പ്രീസ് ഗോഡ് ആവേ മരിയ. ബൈബിളിലൊരു വചനമല്ലേ, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും എന്ന്. നമ്മളുടെ ടാലൻസ് അല്ലെങ്കിൽ നമ്മളുടെ സമയം എന്ത് കർത്താവിന് കൊടുക്കണോ, കർത്താവ് അതിനൊരിക്കലും കടക്കാരനായിരിക്കില്ല. കർത്താവ് ഒന്നിനൊരു കടക്കാരനായിരിക്കില്ല. ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നാറുണ്ട്, നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോഴും മീറ്റിങ്ങിന് പോകുമ്പോഴൊക്കെ നമ്മുടെ സമയമൊക്കെ ശരിക്കും പോകല്ലേ. ആ സമയം നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം, നമുക്ക് പ്രൊഡക്റ്റീവ് ആവാൻ ഉപയോഗിക്കാം. കർത്താവ് നമ്മുടെ ഡ്യൂട്ടി ചെയ്യാനല്ലേ, അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞേക്കുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ തമ്പുരാന് കൊടുത്തിട്ടുള്ള ഒറ്റ കാര്യത്തിന് പോലും തമ്പുരാൻ കടക്കാരനായിരുന്നിട്ടില്ല. അത് അമർത്തി കുതുക്കി നിറച്ചളന്ന് ഒത്തിരി 10-60 എന്നല്ല, ഒത്തിരി ഇരട്ടിയായിട്ട് തമ്പുരാൻ തന്നിട്ടുണ്ട്. കുറച്ച് പൈസയാണെങ്കിലോ നിറഞ്ഞ മനസ്സോടെ കൊടുക്കണം എന്നുള്ളതാണ്. നിറഞ്ഞ മനസ്സോടെ പരാതിയില്ലാതെ അത് കൊടുക്കുകയാണെങ്കിൽ തമ്പുരാൻ ഒരിക്കലും അതിന് കടക്കാരനായിരിക്കില്ല. എനിക്കൊക്കെ അത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ എന്ത് കർത്താവിന് കൊടുത്തിട്ടുണ്ടോ, ഇപ്പോൾ പള്ളി ദൂരെയായിരുന്നു, അവിടെ പോയിട്ട് വരണമെങ്കിൽ ഒരു 600-700 രൂപയൊക്കെയാണ് ഒരു സൺഡേ പോയിട്ട് വരുന്നുണ്ടെങ്കിൽ. അപ്പം പിള്ളേരൊക്കെ അവിടെ ചോദിക്കും, എന്തിനാ ഇത്രയും പൈസ കൊടുത്ത് ഇത്രയും സമയവും കളഞ്ഞ് പോയി വരണമെങ്കിൽ ഉച്ചയാവും, ഇത്രയും പോണ എന്തിൻ്റെ ആവശ്യമുണ്ടോ, വീട്ടിലിരുന്ന് റൂമിലിരുന്നൊക്കെ പ്രാർത്ഥിച്ചാൽ പോരെ. പക്ഷേ ഞാനത് കേട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞു, കർത്താവ് പ്രസൻ്റ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് വേറെയാണ്, അതൊരു അനുഭവം വേറെയാണ്, എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഞങ്ങൾ പോയി. അപ്പോൾ പൈസയൊന്നും നോക്കിയൊന്നുമില്ല, പോയി. പിന്നെ ഞാൻ പഠിക്കുകയാണ്, അതിൻ്റേതായ ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുറേ കഴിഞ്ഞ് നോക്കുമ്പോഴും പൈസ ഇല്ലാതിരുന്ന സമയങ്ങളും ഞാൻ പോയിട്ടുണ്ട്, കടം മേടിച്ചൊക്കെ പോയിട്ടുണ്ട്. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാനിങ്ങനെ അക്കൗണ്ട് നോക്കി, ഇങ്ങനെ തീരാനായിരിക്കുന്ന സൺഡേ പോകണം. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് അക്കൗണ്ട് നോക്കുമ്പോൾ ഒരു 60K ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എന്ത് ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ്, ഞാൻ പണ്ടൊരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ വന്നതാണ്. 600 പോയെടുത്ത് കർത്താവ് അതിൻ്റെ ഒത്തിരി ഇരട്ടി തന്നെ, 10-100 ഇരട്ടിയൊക്കെ തരുന്നത്. അപ്പോൾ തമ്പുരാന് പൈസ മാത്രമല്ല, നമ്മുടെ സമയം കൊടുത്തോ. നമ്മൾ വേറെ ഒത്തിരി സമയം എടുത്ത് പഠിക്കാനെടുക്കുന്ന കാര്യങ്ങൾ തമ്പുരാൻ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ തമ്പുരാന് കൊടുക്കുക, നിറഞ്ഞ മനസ്സോടെ. സമയമായാലും കഴിവായാലും, നിങ്ങൾ കഴിവൊക്കെ, നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കിക്കേ. തമ്പുരാന് ആ മേഖലയിൽ നിങ്ങളുടെ തടസ്സങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ മാറ്റി നിങ്ങളതിനകത്ത് പ്രോയാക്കും. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കഴിവുകൾ, സമയം, പൈസ എന്തായാലും നിറഞ്ഞ മനസ്സോടെ തമ്പുരാൻ കൊടുത്താൽ അത് 10-100-60 മേനിയായിട്ട് തമ്പുരാൻ തിരിച്ചു തരും.